അപ്പം നമ്മുടെ നെയ്യപ്പക്കൊക്കെ എല്ലാതും റെഡി ആയിട്ട് ഞാനിങ്ങനെ ഒരു വാഴയിലയിലും ഒരു ഇതിലിങ്ങനെ ഭംഗിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നാടനാണല്ലോ, അപ്പം ഞാൻ വാഴയിലയിൽ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ സിമ്പിളാക്കി, എന്താ പറയുക, 5 മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു ഇതാണ്. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മളിത് അരിയൊക്കെ കുതിർത്താണ്ട് ഉണ്ടാക്കണ ഒരു നെയ്യപ്പമാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതായ കാരണം അതേ ടേസ്റ്റ് അങ്ങനെയൊന്നും കിട്ടുമെന്ന് വിചാരിക്കരുത്. എന്നാലും അതിനോട് സാമ്യമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇതിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാൻ വിട്ടുപോയി, നമ്മുടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾ ആ ബാറ്ററിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ നെയ്യ് ഒഴിച്ചാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ആ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ അത് എങ്ങനെയോ സ്കിപ്പായി പോയതാണ് ഞാൻ ആഡ് ചെയ്യണത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി, അല്ലെങ്കിൽ നെയ്യപ്പന്ന വെളിച്ചെണ്ണപ്പം എന്നൊക്കെ പറയാം, ഉണ്ടാക്കണമെന്ന് നോക്കിയാലേ നമുക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാൽ, നമുക്ക് ഇത് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് തോന്നും ഇത് വെളിച്ചെണ്ണപ്പം എന്നൊക്കെ പറയില്ല, അതാണ്. പക്ഷേ വെളിച്ചെണ്ണപ്പൊക്കെ നമ്മൾ അരി കുതിർത്തിട്ടൊക്കെ ആണല്ലോ ചെയ്യണത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ, അതേസമയം നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക, ഉണ്ണിയപ്പത്തിൻ്റെയും വെളിച്ചെണ്ണപ്പത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ. പക്ഷേ നമ്മൾ അരി കുതിർത്താണ്ടും ഇത് റവ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 1/2 ഗ്ലാസ് റവ കേട്ടോ, 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും 1/2 ഗ്ലാസ്സിന് കേട്ടോ. റവയും ഗോതമ്പ് പൊടിയും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ നൈസ് അരിപ്പൊടി, സാധാരണ വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി, അത് ഇതിൽ 2 ടേബിൾ സ്പൂൺ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ശർക്കര, ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് ശർക്കരയുടെ പൊടി, ഞാനിവിടെ വാങ്ങുമ്പോൾ ശർക്കരയുടെ പൊടിയാണ് വാങ്ങാറ്. അപ്പോൾ അത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ശർക്കരയുടെ പൊടി ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് ഉണ്ടായിന്ന് വരില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഉണ്ണിയപ്പത്തിന് എടുക്കണ പോലെ ശർക്കര ഉരുക്കിയിട്ട്, വെള്ളത്തിലൊക്കെ ആകുമ്പോൾ എന്തായാലും മൺതരിയും ഇതൊക്കെ ഉണ്ടാവില്ല. അഥവാ ഇപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കരയിൽ അങ്ങനെ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഒന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതാക്കിയിട്ടിടില്ലേ, അതായാലും മതി. പക്ഷെ അത് കുറേ നേരം എടുക്കില്ല. എനിക്കിപ്പോൾ പൊടിയായ നേരം വാങ്ങണതായാലും എനിക്ക് ഡയറക്റ്റ് ചേർക്കാം. അപ്പം അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ശർക്കര ഒരു 4 5 എപ്പോഴും നമ്മൾ ഇങ്ങനെ ശർക്കരയുടെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉരുക്കി അധികം വയ്ക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ മധുരം കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. ഇപ്പോൾ ഒരു 5-6 അച്ച് ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുക്കുക. അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉള്ള കാരണം പൊടി ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനെടുത്ത പാത്രം ഇത്തിരി ചെറുതായി, അപ്പം ഞാനിതൊരു വേറെ ബൗളിലേക്ക് ഒന്ന് മാറ്റേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരമൊക്കെ അരച്ചിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതും പിന്നെ വെള്ളമൊക്കെ ആയി വരുമ്പോൾ അത് കുറേ കൺസിസ്റ്റൻസി കൂട്ടി എടുക്കുമ്പോൾ അത് ശരിയാവില്ല ബൗളിലെടുത്താൽ. അപ്പം ഞാനിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റിട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ശർക്കര നിങ്ങൾ ഉരുക്കി എടുത്താൽ മതി, അതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ പൊടി അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ, അത് കാരണം ഞാൻ പൊടിയായാലും ആഡ് ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഉരുക്കി, ഇതിൽ കരടൊന്നും ഇല്ലാണ്ട് വാങ്ങാൻ കിട്ടണ ശർക്കരയാണ്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് ഇതന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരേ ബ്രാൻഡായ കാരണം അതിൽ എന്താ പറയുക, മൺതരി ഒന്നും ഇല്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഉരുക്കി എന്തായാലും അരിച്ചു വയ്ക്കണം. ഞാനതൊന്ന് ബൗളിലേക്ക് മാറ്റട്ടെ. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കാനും നല്ല സുഖമാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇളക്കാനും സുഖമാണ്. ഇനി വെള്ളം ഒഴിച്ച് ഒന്ന് ഇത്തിരി വലിയ ബൗൾ എടുക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു 4-5 ഏലക്കായ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായ കേട്ടോ, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഏലക്കായ അരയും ചെയ്യും. അപ്പം ഞാൻ നാളികേരം ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഏലക്കായും കൂടി അരച്ചതാണ്. ഇത്തിരി വെള്ളത്തോടു കൂടി അരയ്ക്കാം കേട്ടോ. കാരണം നമ്മളിനി ഇതിലെന്തായാലും വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തിരി വെള്ളത്തോടു കൂടി അരച്ചാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നാളികേരം ഇങ്ങനെ അരച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇത്തിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ.
പിന്നെ നാളികേരം ഭയങ്കരമായിട്ട് അരയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്നൊരു ഇതാക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആഡ് ചെയ്താൽ മതി, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവയായ കാരണം എന്തായാലും അതൊന്നിങ്ങനെ റവ കുതിർന്ന് വരുമ്പോൾ ഇതാവും. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായി ഇളക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നൊരു 5 മിനിറ്റ്, ഒരു കുറച്ച് നേരം കേട്ടോ, അവിടെ ഒന്ന് റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ഞാൻ നന്നായി ഇളക്കുക കേട്ടോ. പിന്നെ മധുരം നോക്കണം. മധുരം ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ മധുരം ഇനി ഒന്നും കൂടി ഈ ശർക്കരയ്ക്കൊന്ന് ആ വെള്ളത്തിൽ കിടന്ന് ഉരുക്കി വരട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് അവിടെ ഇരിക്കട്ടെ. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ റവയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എള്ള് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ളുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ നല്ലതാണ്, എള്ള് നല്ലതാണ് നല്ല പറയാം. അപ്പം അതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം വെച്ചാൽ മതി. റവ ഒന്ന് കുതിർന്ന് കിട്ടാനുള്ള നേരം മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കാം വേഗം. കണ്ടോ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. കണ്ടപ്പോൾ വെള്ളം ഇതിൽ കറക്റ്റാണ്. പിന്നെ മധുരം കുറവാണെങ്കിൽ മധുരം ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കണം. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ മീൻസ് ശർക്കര ഒഴുക്കിയിട്ടാണ് ഒഴിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടും. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പൊടിയിട്ട കാരണം വെള്ളം നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 1 ഗ്ലാസ് പൊടിച്ച ശർക്കര ആഡ് ചെയ്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇതിൽ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റും ആവും. അപ്പോൾ അത് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. ഓയിലൊന്നും ചെയ്യരുത്. വെളിച്ചെണ്ണ നാടൻ സ്നാക്കാണല്ലോ, നാടനാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യാണ് ഇത് ടേസ്റ്റ് വരിക. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മളിതിങ്ങനെ ഓരോന്നാണ് ചുട്ടെടുക്കണത്, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് അതൊന്നും ഇങ്ങനെ പൊന്തിയും വരുമല്ലോ. അപ്പോൾ അതിന് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഗ്യാസ് ഒന്ന് സിം ചെയ്തതിന് ശേഷം വേണം നമ്മുടെ മാവ് ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഞാൻ നന്നായി ഒന്ന് സിം ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പക്കാരെന്ന് പറയില്ലേ, പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ പൊതുവെ അങ്ങനെയൊന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കയ്യിലിട്ടോ, ഞാൻ ഇതേപോലെ ഒരു കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മാക്കണം, മറക്കരുത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തീ മീഡിയത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പം നമ്മളെ ഒരു ഭാഗം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിങ്ങനെ ചിലപ്പോൾ നടു ഇങ്ങനെ കിട്ടാത്തിരി പാടുണ്ടാവും. എന്നാൽ പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നമുക്കൊന്ന് പതുക്കെ മറിച്ചിടാം കേട്ടോ. നമ്മുടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മുരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് സൂക്ഷിച്ചിട്ട് ശർക്കര ഉരിക്കുമ്പോൾ ഒഴിക്കുക. പിന്നെ നമ്മളിത് ഉണ്ടാക്കി വരുന്ന സമയത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ റവ ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ കട്ടിയാവും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒഴിക്കുക കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ശർക്കര എപ്പോഴും നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കാൻ വെച്ചാലും മധുരത്തിന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ഉണ്ടാക്കി വരുമ്പോൾ അത് കറക്റ്റ് മധുരമായിട്ട് വരുള്ളൂ കേട്ടോ. ഓരോ പ്രാവശ്യം വെളിച്ചെണ്ണ തെറിച്ച് പോകുന്നുണ്ട്. നല്ല കണ്ട നല്ല ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക സ്നാക്ക്. 2 ഭാഗം ഒന്ന് ആവാത്ത വല്ലോടത്ത് ആവാത്ത ഇതുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിഡിൽ പോർഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഇത് ആയിണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ബാച്ച് ആയിണ്ട് കണ്ട നല്ല ഇങ്ങനെ പൊന്തിപ്പോൾ നമ്മൾ സോഡ പൗഡർ മീൻസ് ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും ഇതൊന്നിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്.
ഇങ്ങനെ ബാക്കിയുള്ളതും ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു കയ്യിലെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തീ ഇപ്പം ഞാൻ സിമ്മിലാണ് ഫുള്ളിലാക്കിയത്. ഇത് ഒന്നും ഇതായി വരാൻ വേണ്ടി മാത്രമാണ്, വെളിച്ചെണ്ണ ചൂടാവാൻ പിന്നെയൊക്കെ തീ ഞാൻ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ അങ്ങനെ മുകളിൽ കൂടെ മിഡിൽ പോർഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ എന്താ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ട് അതിൽ ഇങ്ങനെ ഓരോന്ന് ഒഴിച്ച് വരണം. പിന്നെ പഴമില്ല, ഉണ്ണിയപ്പത്തിന് എപ്പോഴും പഴം ആഡ് ചെയ്ത് ഉണ്ടാക്കുകയാണല്ലോ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും, കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു ഭാഗം ആവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുഞ്ഞൊരു ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റവ ഇത്തിരിയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം കുറഞ്ഞു എന്ന് തോന്നുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെളിച്ചെണ്ണ കുടിക്കുകയും ചെയ്യും, ഭയങ്കര ഇതാവും. വെള്ളം കുറഞ്ഞാന്ന് വെച്ചാൽ ഉള്ളാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. പിന്നെ തീ സിമ്മിൽ തന്നെ ഇടുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെളിച്ചെണ്ണ പലഹാരം ഏത് ഉണ്ടാക്കുക വെച്ചാലും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം കൂടിപ്പോ എന്നിട്ട് സൂക്ഷിച്ച് നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പം നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയ്യപ്പം അല്ലെങ്കിൽ വെളിച്ചെണ്ണപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.